നേടിയെടുക്കാൻ കഴിയുന്നത് അത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അത് നമ്മുടെ എനിക്ക് വളരെയധികം പെട്ടെന്ന് നമ്മുടെ കൾച്ചറ്, നമ്മൾ വളർന്ന നമ്മുടെ ആൾക്കാർ വളരുന്നൊരു സാഹചര്യം, നമ്മുടെ ഒരു മനസ്സിന്റെ വികാസം, നമ്മൾ ഒരു സിനിമയോ അല്ലെങ്കിൽ ഏത് കലയും കാണുന്ന കാഴ്ചപ്പാട്, അതിലുള്ള ഒരു ഉയർച്ച കൊണ്ടായിരിക്കാം. അതിലൊരു വലിയ പങ്കാളിത്തം നമ്മുടെ പ്രേക്ഷകർക്കില്ലേ എന്നാണ്. തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കാണികളാണല്ലോ അവരുടെ ഈ നല്ല സിനിമ അല്ലെങ്കിൽ ഇങ്ങനത്തെ സിനിമകളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള അവരുടെ മനസ്സ്. അതുകൊണ്ടാണല്ലോ വീണ്ടും അങ്ങനത്തെ സിനിമകൾ എടുക്കുന്നത്. ഇല്ലെങ്കിൽ ഇപ്പം ഹിസൈനസ് അബ്ദുള്ള പോലെയോ അല്ലെങ്കിൽ ഭരതം പോലെയോ സദയം പോലെയോ ഒക്കെയുള്ള ചിത്രങ്ങൾ എടുക്കാൻ വേറെ ഒരു ഭാഷയിലുള്ള ആൾക്കാർ ധൈര്യം കാണിക്കാത്തത് അതുകൊണ്ടാണ്. നമ്മുടെ പ്രേക്ഷകരെ ഈ നല്ല സിനിമകളെ സ്വീകരിക്കാനുള്ള അവരുടെ മനസ്സ് പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റമല്ല. ഇത് ഇങ്ങനെ കുറേ സിനിമകൾ അവരുടെ മേൽ ചെലുത്തുന്ന സ്വാധീനം മൂലം അവർ ഒരുപക്ഷെ അറിയാതെ മാറുന്നതായിരിക്കാം. അങ്ങനെ ആ മാറ്റത്തിൽ കൂടെ വളരെയധികം നല്ല സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഇനി ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു 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 കൺവെൻഷണൽ നായകന്റെ നമ്മൾ രണ്ടുപേരും അങ്ങനെ രൂപസങ്കല്പം ഇല്ലാത്ത ഒരാളെന്ന് പറയുന്നത് കുറച്ചിലായിട്ട് തോന്നത്തില്ലല്ലോ. ഇല്ലല്ല, അതൊരു അഭിമാനമായിട്ട്. അങ്ങനെ ഒരാൾക്ക് ഇത്രയും ജനപ്രീതി ആർജിക്കാനും ഇത്രയും നല്ല സിനിമകൾ അഭിനയിക്കാനും അത് അക്സെപ്റ്റ് ചെയ്യാനും ഇത്രയും അംഗീകാരങ്ങൾ പിടിച്ചു പറ്റാനും കഴിഞ്ഞത് ഒരുപക്ഷെ കേരളത്തിലായതുകൊണ്ട് മാത്രമായിരിക്കാം. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ നമ്മളെ ഒരു പറഞ്ഞാണ്, എനിക്ക് വേണിച്ചേട്ടനോ അല്ലെങ്കിൽ ശ്രീനിവാസൻ അങ്ങനെ എത്രയോ ആളുകളെ എടുത്ത് പറയുന്നില്ല. ഒരു കൺവെൻഷനിൽ അല്ലെങ്കിൽ ആയിട്ടുള്ള ആക്ടേഴ്സ് ആയിട്ട് വളരെയധികം മാറി നിൽക്കുന്നവരാണ് നമ്മള്. ഗോപിച്ചേട്ടൻ അല്ലേ? എനിക്കത് മലയാളത്തിലായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അതിൽ നമ്മൾ അഭിമാനം കൊള്ളണം. അഭിമാനം കൊള്ളുന്നു, അതൊരു ഭാഗ്യമായിട്ട് കരുതുക അല്ലേ? ഇപ്പോൾ ഇവിടുത്തെ പല നമ്മുടെ മലയാളത്തിലുള്ള പല നടന്മാരും നടികളും ഒക്കെ നമ്മുടെ ഈ ഭാഷയുടെ അതിർത്തി വിട്ടിട്ട് മറ്റ് ഭാഷകൾ അഭിനയിക്കുന്നുണ്ട്. ഇപ്പം തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും അങ്ങനെയുള്ള പല ഭാഷകളിലും അഭിനയിച്ചിട്ടുണ്ട്, ഇപ്പോഴും അഭിനയിക്കുന്നുണ്ട്. മോഹൻലാലിന് അങ്ങനെയുള്ള ഭാഷകളിൽ അഭിനയിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണോ അതോ വേണ്ടത്ര ഒരു ക്ഷണനം കിട്ടിയിട്ടില്ലാത്തതുകൊണ്ടാണോ? ഇത് രണ്ടുമല്ല. കാരണം എനിക്ക് എന്നെ തമിഴ് സിനിമകളിൽ അഭിനയിക്കാൻ വിളിച്ചിട്ടുണ്ട്, തെലുങ്ക് സിനിമകളിൽ അഭിനയിക്കാൻ വിളിച്ചിട്ടുണ്ട്, ഹിന്ദി സിനിമകൾ. അതിൻ്റെ പോകാത്തതിൻ്റെ കാരണം പറയാം. ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞത് ഏറ്റവും നല്ല സിനിമകൾ ഉണ്ടാക്കുന്നത്, ഏറ്റവും നല്ല ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ കഥാപരമായിട്ട് എന്തുള്ളത് മലയാള സിനിമയിൽ ആണെന്ന് അങ്ങ് പറഞ്ഞു. അങ്ങനെ ഒരു സിനിമയിൽ പ്രവർത്തിക്കുന്ന ഞാൻ വേറെ ഒരു ലാംഗ്വേജിൽ പോയി വർക്ക് ചെയ്യേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നതുകൊണ്ട് ഇവിടെ തന്നെ നല്ലതുള്ളപ്പോൾ അവിടെ പോയിട്ട് വന്നത്. പിന്നെ വളരെ ഡിഫറൻ്റ് ആയ ഒരു കൾച്ചർ അല്ലേ? ഒരു